ഹയോൾ ജെയ്മെൻ 2026 ഫേസ് 1 ജാനുവരി 22 സെക്കൻഡ് ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഫ്രം ബൈനോമിയൽ തിയറം. Let CR denote the coefficient of x raised to r in the binomial expansion of 1 plus x the whole raised to n, where n belongs to n, and r is in between എന്താണ് 0 and n. Pn is equal to this one. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിഗ്മ ആർ എൻ ഇസ് ഇക്വൽ ടു 1 to 25 1 ഡിവൈഡ് ബൈ പി 2n ആണ് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജനറൽ ടേം എഴുതിയിട്ട് സമ്മേഷൻ കൊടുക്കലാണ്. ഇത് നമുക്ക് എന്താക്കാം, സിഗ്മ എന്താണ്, യെസ് ആർ ഈസ് ഇക്വൽ ടു 0 to n. ഓക്കെ അല്ലേ? സിഗ്മ ആർ ഈസ് ഇക്വൽ ടു 0 to n. ഓക്കെ, എന്ത് കൊടുക്കാം ഇതിൻ്റെ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ യെസ് -2 the whole raised to n ഡിവൈഡ് ബൈ n പ്ലസ് r+1. ഓടിയല്ലേ? ഓക്കെ, ഒന്നും കൂടി ഞാൻ ശരിയാക്കാം. ഇതിനെ -2 the whole raised to n ഡിവൈഡഡ് ബൈ -2 the whole raised to r അല്ലേ? -2 the whole raised to r ഡിവൈഡ് ബൈ എന്താണ് r+1 ഇൻറ്റു എന്താണ് യെസ് NCR എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓടിയല്ലേ? അപ്പം നിങ്ങൾ നോക്കി, ആറിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും, ആറിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ആറിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ കിട്ടും, ആറിന് 3 കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ കിട്ടും, എക്സെട്ര ആറിന് n കൊടുത്താൽ ഇവനെ കിട്ടും അല്ലേ? സമ്മേഷൻ കൊടുക്കുമ്പോൾ അവരെല്ലാവരും നമുക്ക് എന്താക്കാം, ആഡ് ചെയ്യാം. ഞാൻ ഇവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതുകയാണ് അല്ലേ? Pn ഇസ് ഇക്വൽ ടു സിഗ്മ ആർ ഇസ് ഇക്വൽ ടു 0 to n. ഓക്കെ അല്ലേ? യെസ് NCR ഡിവൈഡ് ബൈ എന്താണ് r+1 അല്ലെ ഇൻറ്റു -2 the whole raised to r എന്ന് പറയാം. റെഡിയല്ലേ? ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. എന്തിനാ അങ്ങനെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഈ r+1 ഒഴിവാക്കണം. എങ്ങനെയാണ് നമ്മൾ r+1 ഒഴിവാക്കുന്നത്? നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് NCR നമുക്ക് മാറ്റി എഴുതാം n/r ഇൻറ്റു n-1 CR-1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ മാറ്റി എഴുതാം അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ n/r അല്ല r+1 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, n+1 CR+1 നമുക്ക് മാറ്റി എഴുതാം അല്ലെ? എങ്ങനെയാണ്? യെസ് n+1 ഡിവൈഡ് ബൈ r+1 ഇൻറ്റു NCR എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം അല്ലേ? അതെങ്ങനെയാ സാർ വന്നത്? അതായത് വളരെ സിമ്പിളാണ്. ഇവിടെ NCR ആകുന്ന സമയത്ത് ഇവിടെ n-ഉം r-ഉം അല്ലേ? ഇവിടുന്നാണെങ്കിൽ n-ന്ന് ഒന്ന് കുറച്ചത്, r-ന്ന് ഒന്ന് കുറച്ചത്. ഇവിടെ ആണെങ്കിൽ n+1 CR+1 ആവാം, ഇവിടെ n+1ഉം CR+1ഉം. ഇവിടെയാണെങ്കിൽ n+1 എന്നൊന്ന് കുറച്ചത്, r+1 എന്ന് ഒന്ന് കുറച്ചത്. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫൈനലി NCR ഡിവൈഡ് ബൈ r+1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? യെസ് n+1 CR+1 ഡിവൈഡ് ബൈ n+1 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. എന്താണ് സാർ അങ്ങനെ മാറ്റി എഴുതിയാലേ ഗുണം? നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? സോ നമ്മുടെ Pn എന്ന് പറഞ്ഞ ചങ്ങാതി എന്തായിട്ട് മാറിയും? സിഗ്മ r is equal to അല്ലേ 0 to n അല്ലേ? r is equal to സമ്മേഷൻ അല്ലേ 0 to n എന്തായിട്ട് മാറിയടാ? സിഗ്മ r is equal to 0 to n എന്തായിട്ട് മാറി? പിന്നെ r is equal to 0 to n നമ്മൾ ഈ NCR ഡിവൈഡ് ബൈ r+ന് പകരം n+1 CR+1 ഡിവൈഡ് ബൈ n+1 ആക്കിയിട്ടുണ്ട് അല്ലേ? n+1 CR+1 ഓക്കെ ഡിവൈഡഡ് ബൈ n+1 എന്നാക്കി മാറ്റിയിട്ടുണ്ട്. റെഡിയല്ലേ? ഇവിടെയാണെങ്കിൽ -2 the whole raised to എന്താണ് മക്കളെ r ഉണ്ട്. ഓക്കെ, ഇവിടെയാണെങ്കിൽ -2 the whole raised to എന്താണ് r ഉണ്ട്. റെഡിയല്ലേ? യെസ്. ഓക്കെ, ഡൺ. അപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ചെയ്ത് ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് എന്താക്കാം ചെയ്യാം. ഓക്കെ അല്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പിന്നെ n+1 നമുക്ക് എന്താക്കാം, പുറത്തേക്ക് എടുക്കാം. റെഡിയല്ലേ? Pn ഇസ് ഇക്വൽ ടു, നേരത്തെ നമ്മളിവിടെ r+1 ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവനെ പുറത്തെടുക്കാൻ വേണ്ടി പറ്റില്ല. r വേരിയബിളാണ്. ഇവിടെ വേരിയബിൾ എന്ന് പറയാൻ കാരണം ഇവിടെ സമ്മേഷൻ്റെ വേരിയബിൾ r ആണ് അല്ലേ? അപ്പം നമുക്ക് n+1 എന്താക്കാം, പുറത്തേക്ക് എടുക്കാം. ഇവിടെ r ഇസ് ഇക്വൽ ടു ഇവിടെ 0 to n. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? n+1 CR+1 അല്ലേ ഇൻറ്റു എന്ത് വരും? -2 the whole raised to r+1 r എന്ന് വരും. റെഡിയല്ലേ? ഞാൻ മറ്റൊരു ഓപ്പറേഷൻ കൂടി ചെയ്യാൻ വേണ്ടി പോകുന്നു. അതായത് ഇവിടെ ഞാനൊരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാനൊരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്താണ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഇവിടെ -1 ഡിവൈഡ് ബൈ എന്താണ് 2 ഇൻറ്റു n+1 ഓടിയല്ല ഇൻറ്റു സിഗ്മ r ഈസ് ഇക്വൽ ടു 0 to n എന്താണ് യെസ് n+1 CR+1 അല്ലെ -2 the whole raised to r ഇൻറ്റു -2 അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യെസ് -2 the whole raised to എന്താണ് r+1 ആണ്. ഇനി ഇവൻ എന്താണ് സാധനം? ഇവൻ എന്താണ് സാധനം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ നോക്കാം. റെഡിയല്ലേ? ഇവൻ എന്താണ് സാധനം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റെഡി? യെസ്.
ഓക്കെ, ഇവനെ നമുക്കൊന്ന് ഇപ്പുറത്തേക്കൊന്ന് കോപ്പി ചെയ്തിട്ട് എന്താണ് ഇവൻ സംഭവിക്കുക നമുക്ക് നോക്കാം. നമുക്ക് r = 0 കൊടുക്കുകയാണെ. r = 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ n+1 c1 എന്ന് വരും. ആറിന് ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെ n+1 c1 ആണ് വരിക. യെസ്, അല്ല n+1 c1 ഇൻറ്റു ആറിന് 0 അല്ല കൊടുക്കുന്നത്, ഇവിടെ മൈനസ് വരും. ഓക്കെ, ഇനി ആറിന് ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാലോ പ്ലസ് n+1 ഓക്കെ c2 റെഡിയല്ലേ. ഇവിടെ ആണെങ്കിൽ 1+1 അല്ലേ ഇത് ഇൻറ്റു 2 എന്ന് വരും. റെഡിയല്ലേ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി ആറിന് ഞാൻ 3 കൊടുത്തു കഴിഞ്ഞാലോ n+1 c3 ഇൻറ്റു എന്ത് വരൂടാ. യെസ്, ഇവിടെ ആറിന് ഞാൻ 1 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടാവും അല്ലേ, ഇവിടെ 2² ഉണ്ടാവും. ആറിന് 2 കൊടുത്താൽ ഇവിടെ 2³ എന്ന് വരും. അടുത്തത് ആറിന് ഓരോന്ന് കൊടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഇതടുത്ത് ഇവിടെ 2⁴ എന്ന് വരും. പ്ലസ് ഏറ്റവും അവസാനം എക്സെട്രാ ആറിന് ഞാൻ എന്താക്കാണ് n കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആറിന് n കൊടുത്തു കഴിഞ്ഞാൽ n+1 cn+1 ഓക്കെ അല്ലേ ഇൻറ്റു -2n+1 എന്ന് വരും. അടാ ക്ലിയർ ആയില്ലേ? യെസ്, ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ ഇതിന് ഞാൻ ചെയ്യുന്നത് ഓക്കെ, ഞാൻ ചെറിയ ഒരു സാധനം എന്താക്കാണ് ഇവിടെ ആഡ് ചെയ്യുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു n+1 c0 കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ് ഇതിൻ്റെ കൂടെ. അങ്ങനെ ചുമ്മാ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അത് ബാലൻസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം, n+1 c0 ഇവിടെ സബ്ട്രാക്റ്റും ചെയ്യണം. എന്താണ് അങ്ങനെ ആഡ് ചെയ്തുള്ള ഗുണം നിങ്ങൾ നോക്കിയാട്ടെ. n+1 c0 മൈനസ് n+1 c1 ഇൻറ്റു 2 പ്ലസ് n+1 c2 ഇൻറ്റു 2² മൈനസ് n+1 c3 ഇൻറ്റു 2³ അല്ലെ പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ് സാധനം മക്കളെ? ദിസ് ഈസ് നത്തിങ് ബട്ട് യെസ് 1 - 2 the whole raised to n+1 ആണ് അല്ലെ. പിന്നെ മൈനസ് ഇവിടെ n+1 c0 ഉണ്ട് അല്ലെ. ഈ n+1 c0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. മനസ്സിലായില്ലേ? നമുക്കറിയാം NCR പ്ലസ് NC0 പ്ലസ് NC1 ഇൻറ്റു എക്സ് പ്ലസ് NC1 ഇൻറ്റു x² പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞാൽ 1 + x the whole raised to n ആണ്. ഇനി നടുക്ക് മൈനസ് വരുന്ന സമയത്ത് 1 - x the whole raised to n ആണ്. അതേ ലോജിക്ക് വെച്ചിട്ടാണ് ഈ സാധനം കേട്ടോ. അതായത് 1 - x the whole raised to n അല്ലേ. 1 - x the whole raised to n ലോജിക്ക് വെച്ചിട്ടാണ്. ഇവിടെയാണ് 1 - x the whole raised to n+1 ലോജിക്ക് എന്ന് വരും. റെഡിയല്ലേ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് -1 whole raised to n+1 -1 ആണ് ഈ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. സോ ഇവിടെ Pn = -1 / 2 × n+1 ഓക്കെ അല്ലേ ഇൻറ്റു നമുക്ക് ഇവിടെ എന്ത് വരൂടാ. യെസ്, ഓക്കെ, -1 whole raised to n+1 -1 എന്ന് വരും. റെഡിയല്ലേ? വേണമെങ്കിൽ നമുക്ക് ആ നെഗറ്റീവിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിലേക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ. സോ ഇവിടെ Pn അല്ലെ = അല്ലെങ്കിൽ വേണ്ട, നെഗറ്റീവിന് ഉള്ളിലേക്ക് കൊടുക്കണോ? കൊടുത്തേക്കാം അല്ലേ. അപ്പം 1 / എന്താണ്? യെസ് 2n+1 ഓക്കെ അല്ലേ. 2n+1 അല്ല 2 × n+1 1 / എന്താണ് മക്കളെ? യെസ് 2 × n+1 റെഡിയല്ലേ. യെസ്, ഓക്കെ, ഇവിടെയാണെങ്കിൽ 1 മൈനസ് എന്ത് കിട്ടൂടാ. യെസ് -1 whole raised to n+1 എന്ന് കിട്ടും. റെഡിയല്ലേ. ഇനി മക്കളെ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് P2n എന്ന് പറഞ്ഞ സാധനം എന്താണ്? വാട്ട് ഈസ് P2n? നമുക്ക് P2n ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. P2n എന്ന് പറഞ്ഞാൽ n ഉള്ളിടത്തൊക്കെ നമ്മൾ 2നെ റീപ്ലേസ് ചെയ്യാം. സോ 1 / 2 ഇൻറ്റു അല്ലേ n ഉള്ളത് 2നെ റീപ്ലേസ് ഇവിടെ 2n + 1 എന്ന് വരും. ഇവിടെയാണെങ്കിൽ 1 - -1 whole raised to അല്ലേ ഇവിടെ n-നടുത്ത് 2n റീപ്ലേസ് ചെയ്താൽ 2n + 1 എന്ന് വരും. റെഡിയല്ലേ? നമുക്കറിയാം ഈ പറഞ്ഞ -1 whole raised to 2n + 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -1 whole raised to n ഓഡ് നമ്പറാണ്. അപ്പോൾ ആ ഓഡ് നമ്പർ -1ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ? ആൻസർ നെഗറ്റീവാണ് വരിക. സോ ഇവിടെ -1 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ 1 - -1 എന്ന് പറയുമ്പോൾ എന്താണ്? 2 ആണ്. അപ്പോൾ 2 × 2n + 1 അല്ലേ ഇൻറ്റു ഇവിടെ 2 ഗെറ്റിംഗ് ക്യാൻസൽഡ്. സോ 1 / 2n + 1 എന്ന് വരും. ഇതാണ് Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇതാണ് Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയല്ലേ? ഇത്രയും ഓക്കെ അല്ലേ. അപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് ഇവിടെ -1നെ മാറ്റാതിരുന്നു വെച്ചാൽ ഇത് എനിക്ക് ഈവൻ ആണോ ഓടാണെന്ന് അറിയില്ല. പക്ഷേ 2n + 1 എന്ന ഫോർമാറ്റ് വന്നാൽ അത് ഉറപ്പായിട്ടും എന്താണ്? ഓടാണ് അല്ലെ. ഇതാണ് P2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് P2n അല്ലടാ വേണ്ടത്, നമുക്ക് 1 / P2n വേണ്ട, അഥവാ ഇതിൻ്റെ റെസിപ്രോക്കലാണ് വേണ്ടത്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? യെസ് 2n + 1 എന്ന് വേണം അല്ലേ. ആൻഡ് ഫൈനലി നമുക്ക് സിഗ്മ n = 1 to 25 1 / P2n എന്ന് പറഞ്ഞാൽ സിഗ്മ n = 1 to 25 എന്താണ്? യെസ് 2n + 1 എന്ന് വരും.
ഓരോ വാല്യൂസ് കൊടുത്താൽ n-ന് 1 കൊടുത്താൽ 3 കിട്ടും, പിന്നെ അടുത്തത് 5 കിട്ടും, അല്ലെ പിന്നെ എന്താണ് 7 കിട്ടും, അല്ലെ പ്ലസ് എക്സെട്ര ഏറ്റവും അവസാനം എന്താണ് 51 കിട്ടും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ആൻസർ പറയാം, അല്ലെ ഇതെന്താണ് സം ടു, ഇതൊരു AP ആണ്, അല്ലെ അപ്പോൾ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? യെസ് 25 ടേംസ് ഉണ്ട്, അല്ലെ അപ്പോൾ ഇവിടെ 25 ഡിവൈഡ് ബൈ 2, അല്ലെ സം ടു n ടേംസ് ഓഫ് AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. അപ്പോൾ ഇവിടെ 3 പ്ലസ് എന്ത് വരും? ഇവിടെ 51 എന്ന് വരും അവിടെയല്ലേ. സോ 25 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഓക്കെ വാട്ട് ഇസ് ദാറ്റ് 54 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസർ 27. അപ്പോൾ 25 ഗുണിക്കണം 27 എന്ന് പറഞ്ഞാൽ 675 എന്ന് വരും. റെഡിയല്ലേ. അതെങ്ങനെയാണ് ഞാൻ 25 ഗുണിക്കണം 27 675, ഇത് 25 625 എന്നറിയാം അല്ലേ. പിന്നെ അതിനോട് 50 കൂട്ടി കൂട്ടിയാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താക്കാം, ഡിസ്കസ് ആക്കാം.